ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എൻ്റെ യൂട്യൂബ് ചാനലിലെ വീഡിയോ ആണ്. അപ്പോൾ ഇത് ഞാനും എൻ്റെ അനിയത്തിയും കൂടി 2022 തുടങ്ങിയ ചാനലാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഫ്ലവേഴ്സ് മേക്കിംഗ് വീഡിയോ ആണ് അതിൽ അപ്ലോഡ് ചെയ്തിരുന്നത്. എൻ്റെ അനിയത്തി ഡ്രോയിങ് വീഡിയോസ് അപ്ലോഡ് ചെയ്യും. അതിനുശേഷം 2023 ആയപ്പോൾ എൻ്റെ ഒരു ചാനൽ നല്ല റീച്ച് കിട്ടി. ഒരു ഫ്ലവർ മേക്കിങ്ങിൻ്റെ ക്ലോത്ത് കൊണ്ടുള്ള ഫ്ലവർ മേക്കിങ്ങിന് നല്ല റീച്ച് കിട്ടി. അതിൽ കുറേ സബ്സ്ക്രൈബേഴ്സും വാച്ചവേഴ്സ് ഒക്കെ കുറേ കയറിയായിരുന്നു കേട്ടോ. പിന്നെ അതിനുശേഷം എൻ്റെ അനിയത്തി കുറച്ച് ബിസി ആയിപ്പോയി. അവൾ ഡ്രോയിങ് പഠിക്കാൻ പോകുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഇതിൽ കുറച്ച് തിരക്കായിപ്പോയി. പിന്നെ അവൾ വീഡിയോ ഇടുമ്പോൾ 4 സബ്സ്ക്രൈബേഴ്സ് ഒക്കെ വെച്ച് കയറിക്കൊണ്ടിരുന്നതാണ്. പിന്നെ അവൾക്ക് വീഡിയോ ഇടാൻ പറ്റാതായി. പിന്നെ ഞാൻ മാത്രമായി യൂട്യൂബിൽ വീഡിയോസ് ഇടല്. അങ്ങനെ ഫ്ലവേഴ്സ് മേക്കിങ്ങിൻ്റെ വീഡിയോസ് ഇട്ടിട്ട് ഒരു ദിവസം വ്യൂസ് അങ്ങനെ കുറഞ്ഞു പോയി. പിന്നെ എനിക്ക് ആകെ ഡിപ്രഷനായി, എന്ത് ചെയ്യണമെന്ന് അറിയാണ്ടായി. വേറെ യൂട്യൂബ് സംബന്ധമായിട്ടുള്ള വീഡിയോസൊക്കെ അപ്ലോഡാക്കി. അതിലും കുറച്ച് വ്യൂസൊക്കെ കിട്ടാൻ തുടങ്ങി. പിന്നെ ഇപ്പോൾ എന്ന് വെച്ചാൽ തീരെ പിന്നെ ഞാൻ വ്ളോഗും കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട്. വ്ളോഗ്, ഫുഡ് ചലഞ്ച്, അങ്ങനത്തെ വീഡിയോസൊക്കെ ചെയ്യാൻ തുടങ്ങി. ഇപ്പോൾ എനിക്ക് വ്യൂസ് എന്ന് പറഞ്ഞാൽ വളരെ കുറവാണ്. ഇപ്പോൾ എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാൻ പാടില്ല. പിന്നെ എൻ്റെ അടുത്ത് പലരും ചോദിക്കുന്നുണ്ട്, യൂട്യൂബിൽ നിന്ന് എയിംസ് കിട്ടിയോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഇല്ല ഫ്രണ്ട്സ്, എനിക്ക് ആകെ യൂട്യൂബിൻ്റെ ക്രൈറ്റീരിയ അനുസരിച്ച് 1000 സബ്സ്ക്രൈബേഴ്സും 4000 വാച്ചവേഴ്സും ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് ക്യാഷ് കയറത്തുള്ളൂ. എനിക്കാകെ 700 സംതിങ് സബ്സ്ക്രൈബേഴ്സേ ആകെ വന്നിട്ടുള്ളൂ. അതുകൊണ്ട് എനിക്ക് ഏണിങ്സ് കിട്ടി തുടങ്ങിയിട്ടില്ല. അപ്പോൾ എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാൻ പാടില്ല. ചാനൽ നിർത്തി പോകാൻ വരെ എനിക്ക് തോന്നുന്നുണ്ട്. എന്തായാലും ഫ്ലവേഴ്സ് മേക്കിംഗ് വീഡിയോ കൊണ്ട് മാത്രം ഇരുന്നിട്ട് കാര്യമില്ല. ഡിഫറെൻ്റ് ആയിട്ടുള്ള കണ്ടന്റ് ചെയ്യാമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും കണ്ടന്റൊക്കെ ഉണ്ടെങ്കിൽ അത് എനിക്ക് പറഞ്ഞുതരാൻ, ഞാൻ സജസ്റ്റ് ചെയ്യണമെങ്കിൽ ഞാനത് ചെയ്യാൻ ശ്രമിക്കാം. അപ്പോൾ ഇനി വരുന്ന വിഷയങ്ങൾ പുതിയ കണ്ടന്റായിട്ട് ഞാൻ വരുന്നതായിരിക്കും. അപ്പോൾ എന്താണ് ചാനൽ ഇത്രയും സബ്സ്ക്രൈബേഴ്സ് ആയില്ലേ, 700 സംതിങ് ആയി. അപ്പോൾ അങ്ങനെ നിർത്തി പോകാനായിട്ട് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ടാണ് പിന്നെ ഞാനതിൽ പിടിച്ച് നിൽക്കുന്നത്. എനിക്കറിയാം 700 സംതിങ് സബ്സ്ക്രൈബേഴ്സ് ആണെങ്കിൽ എന്തോരം കഷ്ടപ്പെടണമെന്ന്. അപ്പോൾ അതായത് ഞാൻ എന്തായാലും ചാനൽ നിർത്താൻ പോകുന്നില്ല. എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്ന് എന്നെ കമൻ്റായിട്ട് അറിയിക്കൂ കേട്ടോ. ഞാൻ ചാനൽ നിർത്തണോ വേണ്ടിയോ എന്നുള്ളത് നിങ്ങളുടെ കമൻ്റ് എന്നെ അറിയിക്കൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ ലൈക്ക് ചെയ്യാതെ, സബ്സ്ക്രൈബ് ചെയ്യാതെ, ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുന്നവരെ ബൈ.